സക്സസ് ഫയലിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. പ്രൊവിഷണൽ ആൻസർ കീ ആണ്. ടിക്കറ്റ് ഇഷ്യൂവർ കം മാസ്റ്റർ എന്ന പോസ്റ്റിലേക്കായിട്ട് നടന്ന പരീക്ഷയാണ് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്. പിന്നെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഇതിലെ ചോദ്യങ്ങൾ കൂടി നോക്കിയിരിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 1911 ചൈനീസ് വിപ്ലവത്തിന്റെ നേതാവായ സൺ യാറ്റ്സൺ ചൈനയുടെ പുനർനിർമ്മാണത്തിനായി ആവിഷ്കരിച്ച 3 തത്വങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന 1857 മഹത്തായ കലാപവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണെന്ന് കണ്ടെത്തുക. കലാപം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ്. ദേശീയവാദികൾ കലാപത്തെ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരമായിട്ട് വിശേഷിപ്പിക്കുന്നു. കലാപകാരികൾ അവരുടെ പ്രധാന നേതാവായി പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെയാണ്. കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം വഹിച്ചത് നാനാ സാഹിബ് ആയിരുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എന്നിവ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1, 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണെന്ന് കണ്ടെത്തുക. ഗേഡ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവായിരുന്നു. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചു. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചു. നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനെ ലയിപ്പിക്കുന്നതിന് നേതൃത്വം വഹിച്ചു. ചോദ്യം എന്താണ്? സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ പ്രസ്താവനകൾ ശരി എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബി 2, 4 മാത്രം ശരിയാണ്. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചു. നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് നേതൃത്വം വഹിച്ചു. അടുത്ത ചോദ്യം, കെ കേളപ്പൻ അറസ്റ്റിലായതിനെ തുടർന്ന് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം. മൊയ്യാരത്ത് ശങ്കരൻ. ജാലിയൻ വാലാബാഗ് ദുരന്തവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണെന്ന് കണ്ടെത്തുക. ബ്രിട്ടീഷ് സൈനിക മേധാവിയായ ജനറൽ ഡയർ ആണ് നിരായുധരായ ജനക്കൂട്ടത്തിന് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടത്. ഹരിയാനയിലെ കുരുക്ഷേത്രത്തിലാണ് ഈ സംഭവം നടന്നത്. ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു, ഡോക്ടർ സത്യപാൽ എന്നീ നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയാണ് ജനങ്ങൾ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് സമ്മേളിച്ചത്. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച രവീന്ദ്രനാഥ് ടാഗോർ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് സമ്മാനിച്ച സർ പദവി ബ്രിട്ടീഷുകാർക്ക് തന്നെ തിരിച്ചു നൽകി. ജാലിയൻ വാലാബാഗ് ദുരന്തവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരി എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 ശരിയാണ്. 1, 3, 4. അടുത്ത ചോദ്യം, ആക്സിയം 4 ദൗത്യവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? ഈ ദൗത്യത്തിന്റെ വിക്ഷേപണ പേടകം ക്രൂ ഡ്രാഗൺ ആയിരുന്നു. മിഷൻ കമാൻഡർ പെഗ്ഗി വിൻസൺ ആയിരുന്നു. സുനിത വില്യംസ് ഈ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്ത് എത്തിച്ചേർന്നു. ബുച്ച് വിൽമോർ എന്ന അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയും ഈ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്ത് എത്തിച്ചേർന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്. 3ാമത്തെ പ്രസ്താവന ശരി. 1, 2 എന്നിവ ശരിയാണ്. ഈ ദൗത്യത്തിന്റെ വിക്ഷേപണ പേടകം ക്രൂ ഡ്രാഗൺ ആയിരുന്നു. മിഷൻ കമാൻഡർ പെഗ്ഗി വിൻസൺ ആയിരുന്നു. ബാബർ ബെൽറ്റിന് സമാന്തരമായി ഏകദേശം 10 മുതൽ 20 കിലോമീറ്റർ വരെ വീതിയുള്ള ചതുപ്പ് നിലം, ടെറായി. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ വളരെ പഴക്കം ചെന്ന സ്ഫടികീയ കായാന്തരിത ശിലകൾ, ക്രിസ്റ്റലൈൻ മെറ്റഫോമിക്, അപക്ഷയ പ്രക്രിയയ്ക്ക് വിധേയമായി രൂപപ്പെട്ടത് ചുവന്ന മണ്ണ്. ശൈത്യമേഖലയിലെ തുണ്ട്ര പ്രദേശത്തിലെ നാടോടി ഗോത്ര വിഭാഗം. ഉത്തരം ഓപ്ഷൻ സി സാമോയിഡുകൾ. സിമന്റ്, കടലാസ് ഉൽപ്പന്നങ്ങൾ, പെയിന്റ്, ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയവയിൽ ഡാഷ് കാണുന്നു. ഓപ്ഷൻ ബി ISI മാർക്ക്.
കടലിൽ നിന്നും ഈർപ്പാംശം നിറഞ്ഞ കാറ്റ് കരയിലേക്ക് പ്രവേശിക്കുകയും പർവ്വത ചരിവുകളിൽ ഉയർന്നു പൊങ്ങി ഡാഷിന് കാരണമാകുന്നു. ഓപ്ഷൻ ബി ശൈലവൃഷ്ടി. 2024 ജനുവരിയിൽ ബ്രിക്സ് സംഘടനയിൽ അംഗമായി ചേർക്കപ്പെട്ട രാജ്യം. ഓപ്ഷൻ ഡി ഈജിപ്ത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? നബാർഡ് 1982 രൂപീകരിക്കപ്പെട്ടു. നബാർഡ് പ്രധാനമായും കൃഷി, ഗ്രാമവികസനം എന്നിവയ്ക്കായുള്ള ധനസഹായവുമായി ബന്ധപ്പെട്ടതാണ്. നബാർഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സഹസ്ഥാപനമാണ്. ശരി ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രം ശരി. ശരിയായത് തിരഞ്ഞെടുക്കുക. ഇരുമ്പയിര് ഇന്ത്യയിലെ പ്രധാന ധാതുവാണ്. കേരളത്തിൽ ധാരാളമായി ലഭിക്കുന്ന ധാതു ഇൽമനൈറ്റ് ആണ്. ബോക്സൈറ്റ് പ്രധാനമായും ആന്ധ്രാപ്രദേശിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3 അല്ല. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ശരിയായത് ഏത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 സ്ഥാപിക്കപ്പെട്ടു. ഇത് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കാണ്. ഇതിൻ്റെ ആസ്ഥാനം മുംബൈ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3 അല്ല. 3 പ്രസ്താവനകളും ശരിയാണ്. 5-year പ്ലാൻ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ആദ്യ പദ്ധതി 1951 ആരംഭിച്ചു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആദ്യ പഞ്ചവത്സര പദ്ധതിയുടെ ചെയർമാനായിരുന്നു. 12ാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം വേഗതയാർന്നതും ഉൾക്കൊള്ളുന്നതുമായ വളർച്ച, ഫാസ്റ്റർ ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആയിരുന്നു. തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഒന്നും തെറ്റല്ല, എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ശരിയായത് തിരഞ്ഞെടുക്കുക. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് 1960കളിലാണ്. ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ലക്ഷ്യം വ്യവസായ വളർച്ച ആയിരുന്നു. MS സ്വാമിനാഥൻ ഈ വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രമുഖ ശാസ്ത്രജ്ഞനാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ശരിയാണ്. പ്രധാനമന്ത്രി കിസാൻ പദ്ധതിയിലൂടെ കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യം എന്താണ്? ഓപ്ഷൻ ഡി ചെറുകിട കർഷകർക്ക് നേരിട്ടുള്ള വരുമാന സഹായം. ഇന്ത്യയിൽ നടന്ന G20 ഉച്ചകോടി ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ഓപ്ഷൻ ബി ഡൽഹി. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം എന്ന പദം കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 42ാം ഭേദഗതി. വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടനയിൽ താഴെ പറയുന്നവയിൽ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ സി കൺകറന്റ് ലിസ്റ്റ്. തദ്ദേശ ഗവൺമെന്റുകൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ താഴെ പറയുന്നവയിൽ ഏതാണ്? തുങ്കൻ കമ്മിറ്റി. ഭരണഘടനയുടെ 10ാമത്തെ പട്ടികയിൽ ഉൾപ്പെട്ടത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ കൂറുമാറ്റ നിരോധന ബിൽ. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാളി വ്യവസായി രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ. മൽബറി എന്ന പ്രശസ്തമായ നോവലിന്റെ രചയിതാവ് താഴെ പറയുന്നവയിൽ ആരാണ്? ബെന്യാമിൻ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർമാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ചെലവുകൾ സംസ്ഥാനത്തിന്റെ ഏകീകൃത ഫണ്ടിൽ നിന്നും ഈടാക്കുന്നു. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗങ്ങളുടെയും ചെയർമാന്റെയും കാലാവധി 6 വർഷമോ അല്ലെങ്കിൽ 62 വയസ്സ് തികയുന്നത് വരെയോ ആണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. സാമൂഹ്യനീതി വകുപ്പിന്റെ സ്വയം പ്രഭ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ വയോജനങ്ങളാണ്. ഭിന്നശേഷിക്കാരായ കായിക താരങ്ങൾക്കുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് ശ്രേഷ്ഠം. ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് മത്സര പരീക്ഷകൾക്ക് പരിശീലനം നൽകുന്ന പദ്ധതിയാണ് മിത്രം. സാമൂഹ്യനീതി വകുപ്പിന്റെ സാകല്യം പദ്ധതി ട്രാൻസ്ജെൻഡറുകൾക്ക് വേണ്ടിയുള്ളതാണ്.
ശരിയല്ലാത്തവയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. സി 3 മാത്രം. അടുത്തത് ചേരുംപടി ചേർക്കുവാനാണ്. കുടുംബശ്രീ പദ്ധതി, ക്ലാസ്മേറ്റ് റോബോട്ട്, കെ ഫോൺ, നെഹ്റു ട്രോഫി. ഉത്തരം ഓപ്ഷൻ എ ആണ്. കുടുംബശ്രീ പദ്ധതി. സ്കൂഫോ, ക്ലാസ്മേറ്റ് റോബോട്ട്, മിയ, കെ ഫോൺ, ഫിബോ, നെഹ്റു ട്രോഫി, കാത്തു. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1967 രൂപീകരിച്ച കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ ധനകാര്യമന്ത്രിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി രൂപീകരണത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും ഏകോപനം നിർവഹിക്കുന്നത് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ വികേന്ദ്രീകരണ ആസൂത്രണ വിഭാഗമാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ മൂല്യനിർണ്ണയ വിഭാഗം 1969 നിലവിൽ വന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സിയും ഡിയും. അടുത്ത ചോദ്യം, ശരിയല്ലാത്തത് ഏതൊക്കെ? കേരളത്തിൽ ആദ്യമായി ഡയസ്നോൺ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രി എ.കെ. ആന്റണി ആയിരുന്നു. കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ്. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി ആരംഭിച്ച സമയത്ത് മുഖ്യമന്ത്രി സി അച്യുതമേനോൻ. കേരള മോഡൽ വികസനവുമായി ബന്ധപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എയും ഡിയും. അടുത്തത് ചേരുംപടി ചേർക്കുവാനാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. കലിംഗ രത്ന അവാർഡ് ധർമ്മേന്ദ്ര പ്രധാൻ. വയലാർ അവാർഡ് ഇ സന്തോഷ് കുമാർ. ഫിദെ ചെസ് ചാമ്പ്യൻഷിപ്പ് ദിവ്യ ദേശ്മുഖ്. ബുക്കർ സമ്മാനം സാമന്ത ഹാർവേ. 2025 വയലാർ അവാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഇ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ എന്ന നോവലിന് ലഭിച്ചു 45ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരമാണ്. 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2 മാത്രം. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. ചെണ്ട തുകൽവാദ്യം, വീണ തന്ത്രിവാദ്യം, കുഴൽ സുഷിരവാദ്യം. സത്യം, സമത്വം, സ്വാതന്ത്ര്യം. ഇതൊരു മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണ്. പത്രം ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി മാതൃഭൂമി. കേരള ഫോക്ലോർ അക്കാദമിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ചിറക്കൽ. സ്ഥാപിതമായത് 1995 ജൂൺ 28. നിലവിലെ ചെയർമാൻ എം മുകുന്ദൻ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം മാത്രം. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, കേരള ഫോക്ലോർ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആര് എന്ന് കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക, ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 41 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. 42ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 43ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി. 44 ഉത്തരം ഓപ്ഷൻ ബി. 45ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി. 46 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 47ാമത്തെ ചോദ്യം വരുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ്. 48ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ്. 49 ഓപ്ഷൻ ഡി. 50ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി. 51ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി. 52
ഓപ്ഷൻ സി ആണ്. 53 ഓപ്ഷൻ ഡി ആണ്. 54 ഓപ്ഷൻ എ ആണ്. 55 ഓപ്ഷൻ ബി. 56 ഉത്തരം ഓപ്ഷൻ ഡി. 57 ഉത്തരം ഓപ്ഷൻ ബി. 58ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം. 59 ഉത്തരം ഓപ്ഷൻ സി ആണ്. 60ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ആണ് 60. ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. Never in his career as a policeman had he met such a friendly and pleasant character. Replace the underlined phrase with the suitable word given below. A friendly and pleasant character. Option A. A brisk walk is sufficient to raise your heart rate. Choose the antonym of the underlined word. Sufficient. Option C. Deficient. He was not mindful of the fact that he had been deprived of his job and had to struggle to find one. The underlined phrase means not mindful of the fact. Had not forgotten. The injured cyclist was helped by a passerby. Convert the sentence to a complex one. Option B. The cyclist who was injured was helped by a passerby. He never admitted the charge against him. Begin the sentence with never. Never did he admit the charge against him. He disclosed the matter in front of all the family members. Choose the correct idiom for the underlined phrase. He let the cat out of the bag. Which of the spelling is correct? Option D. 1 and 2. John was arranging the books in the shelf. Change into passive voice. The books in the shelf were being arranged by John. Which set of spelling is correct? Option A. 1 and 4. Arrange the jumbled sentence to make a meaningful passage. ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. A, C, B, D. Half of the world's population is now under lockdown orders. It is to help fight the COVID-19 contagion that has picked up fearful pace through the month of March. As more information about the virus has become available, public advisories have also shape-shifted accordingly. One such evolution has taken place on the question of mask. Use the correct preposition. I have lived in Mumbai since 2005. Use the correct phrasal verb to match the underlined phrase. They held a ballot on whether to cancel the industrial action. Call off. Choose the correct phrasal verb to match the underlined phrase. We had lots before, but now we have nothing left. Option B. Run out of. Which word does not mean a person without an adorn? A person without an abort. Option D. Resident. Choose the sentence with correct verb form. Option B. A and C. A and C. The police are looking for clues. Where is your luggage? Use the correct question tag. The boy is working hard, isn't he?
Choose sentence with the correct punctuation. Option D. There is no more toothpaste, mentioned Laura. Convert into reported speech. Gerard, I can return here for a little while. Option C. Gerard said that he could retire there for a little while. Convert into reported speech. What can we do now? Peggy asked. Peggy asked what they could do then. What is the antonym of hostile? B. Friendly. ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങളാണ്. ശരിയായ പദം എടുത്തെഴുതുക. ഓപ്ഷൻ സി. ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ എ. എന്തിനു സുന്ദര രംഗങ്ങളാണ് മുമ്പിൽ വിടർന്നു നിൽക്കുന്നത്? വാക്യത്തിന്റെ ശരിയായ അർത്ഥം കണ്ടെത്തുക. ഓപ്ഷൻ ബി. ധാരാളം സുന്ദരമായ രംഗങ്ങളാണ് മുമ്പിൽ വിടർന്നു നിൽക്കുന്നത്. ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത്. ഇതിന് സമാനമായ മലയാള ശൈലി ഏത്? ആളേറിയാൽ പാമ്പ് ചാവില്ല. മുമുക്ഷു എന്ന പദത്തിന്റെ വിഗ്രഹാർത്ഥം. മോക്ഷൻ ആഗ്രഹിക്കുന്നവൻ. കരിണി എന്ന പദത്തിന്റെ പുല്ലിംഗം കരി. വിഷമിച്ചു നിൽക്കുന്ന ആളെ നൃത്തം വരുന്ന പദം വിഷണ്ണൻ. വണ്ട് എന്നതിന്റെ പര്യായ പദമല്ലാത്തത് ഭുജംഗം. ഐഹികം എന്ന പദത്തിന്റെ വിപരീത പദം പാരത്രികം. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം മറ്റുള്ളവരുടെ സൗന്ദര്യം കണ്ട് അതുപോലെ ആകാൻ നോക്കിയാൽ സൗന്ദര്യം ഉണ്ടാകില്ല. സമാന പദം കണ്ടെത്തുക. ദ്രോണന്റെ പുത്രൻ ദ്രൗണി. മരുത് പ്ലസ് ലോലിതം ചേർത്തെഴുതുക. മരുലോലിതം. അധ്യാപകർ, അധ്യാപകന്മാർ. ഈ വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുക. ഓപ്ഷൻ ബി. പുരുഷന്മാരും സ്ത്രീകളും ചേർന്ന അധ്യാപക സമൂഹം. ചട്ടമ്പി സ്വാമികൾ എന്ന പദത്തിലെ സ്വാമികൾ എന്ന പ്രയോഗം ഏത് വ്യാകരണ വിശേഷണമാണ്? എ. ഓപ്ഷൻ സി ആണ് പൂജക ബഹുവചനം. ശരൽകാലം എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി. ശരത് പ്ലസ് കാലം. കലി പുരുഷ്കരന്റെ അരികിൽ വന്നു, കലി നളനെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഈ വാക്യങ്ങൾ കൂട്ടിച്ചേർക്കുക. ഓപ്ഷൻ ഡി. കലി പുഷ്കരന്റെ അരികിൽ വരികയും നളനെ തോൽപ്പിക്കണമെന്ന് പറയുകയും ചെയ്തു. തെറ്റിതിരുത്തുക. ദമയന്തി സുന്ദരിയായിരുന്നു. ദമയന്തിക്ക് അന്തസ്സും ആഭിജാത്യവും ഉണ്ടായിരുന്നു. ഓപ്ഷൻ ബി. ദമയന്തിക്ക് അന്തസ്സും ആഭിജാത്യവും സൗന്ദര്യവും ഉണ്ടായിരുന്നു. ശ്രേണി പൂർത്തിയാക്കുക. മധുരം ഡാഷ് മധുരതമം. ഓപ്ഷൻ ബി. മധുരതരം. ക്ഷീരം എന്ന പദത്തിന് പകരം നിൽക്കുന്ന പദം ശുകം. അവസാനത്തെ ചോദ്യം, കവി എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം ഏത്? ഓപ്ഷൻ ബി. കവയിത്രി. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.